മറ്റാരുണ്ട് LDF അല്ലാതെ? തൃശൂർ മണലൂർ വാടാനപ്പള്ളിയിൽ കിറ്റ് വിവാദത്തിന് പിന്നാലെ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. സൂപ്പർ മാർക്കറ്റിന് പുറത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ് UDF BJP പ്രവർത്തകർ. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായുണ്ട്. ജേസൺ, നേരത്തെ ഒരു സമവായ ശ്രമമൊക്കെ ഉണ്ടായതാണല്ലോ, ഇപ്പോൾ പിന്നെയും എന്തുകൊണ്ടാണ് ഈ സംഘർഷാവസ്ഥ? മാധു, ഇപ്പോൾ ആ വീടിനും ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്, പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളും ഈ പരിസരത്തിന് TM പ്രതാപനും അതുപോലെ തന്നെ C രവീന്ദ്രനാഥും LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ പ്രവർത്തകരുണ്ട്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് എന്താ സംഭവം ഇവിടെയുണ്ട്, സുജയ് സാറുണ്ട്. എന്താ സംഭവം? അല്ല, ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ കുറച്ച് മുൻപാണ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിയത്. ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ജനക്കൂട്ടവും ഇതുപോലെയുള്ള അന്തരീക്ഷവുമാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള ആളുകളെ ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. BJP പ്രവർത്തകരുണ്ടോ? ഇപ്പോൾ ആ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ പോലീസ് പുറത്തേക്ക് മാറ്റുകയാണ്. അവിടെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുണ്ട്, പ്രവർത്തകരുണ്ട്. അതോടൊപ്പം എന്താ അവസാനത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ BJPക്കാർ എന്നെ കൈകാര്യം ചെയ്തു. പോലീസ് അത് നോക്കി നിന്നിട്ട് എന്നെ കൈകാര്യം ചെയ്യണത്. ഒരു ഇലക്ഷൻ കൈയേറ്റം ചെയ്തു BJPക്കാർ ഇപ്പോൾ കൈകാര്യം ചെയ്തു പരസ്യമായിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ. ഈ ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം സ്ഥാനാർത്ഥി കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഇല്ലേ, ആ പ്രൊട്ടക്ഷൻ ഇല്ലാതെ സ്ഥാനാർത്ഥിയെ കൈയേറ്റം ചെയ്തു. എന്തിനാ? ഇവിടെ BJP നടത്തിയ ഈ അഴിമതി കണ്ടുപിടിച്ചപ്പോൾ, ആ അഴിമതി ഈ ഗുരുതരമായ തെറ്റ് കണ്ടുപിടിച്ചപ്പോൾ അതിന് വന്നതിന് നമ്മളെ കൈകാര്യം ചെയ്യണം, സംഘടിതമായി വന്നത്. എന്നിട്ട് പോലീസ് പറയണം എന്നോട് ഇവിടെ നിന്ന് മാറിപ്പോവാൻ. BJPയിലും മാറില്ല. എന്തായാലും മാധു, പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് BJP പ്രവർത്തകർ പിന്നെ TM പ്രതാപനെ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണം ഉന്നയിക്കും. അതോടൊപ്പം തന്നെ BJPയുടെ നേതാവ് സുജയ് സേനൻ പറയുന്നത് ഇവിടെ ഗൃഹസമ്പർക്കത്തിന് ഈ വീടിനകത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടൻ ദേവൻ അകത്തുണ്ടെന്നാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ ഗൃഹസമ്പർക്കത്തിനെത്തിയ ആളുകളെ ബന്ദിയാക്കിയിരിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. BJP പ്രവർത്തകർ ഒരു ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരുണ്ട്, സ്ഥാനാർത്ഥികളുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് നിലവിലൊരു അയവും വന്നിട്ടില്ല. ഇപ്പോൾ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് വിശദമായ പരിശോധന നടത്തുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ സൂപ്പർ മാർക്കറ്റിന് പുറത്ത് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നവർ മാറാതെ നിൽക്കുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നേരമായി ഇവിടെ മുഴുവൻ പാർട്ടി പ്രവർത്തകർ, മുഴുവൻ മുന്നണികളിലെയും പ്രവർത്തകരുണ്ട്. ഒരേ സമയം BJP പറയുന്നത് ഗൃഹസമ്പർക്കത്തിനെത്തിയ പ്രവർത്തകർ അകത്തുണ്ട്, നടൻ ദേവൻ ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ട്, അവരെ ബന്ദികളാക്കിയിരിക്കുന്നു എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി. അതേസമയം തന്നെ UDFിൻ്റെയും LDFിൻ്റെയും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പറയുന്നത് അകത്ത് 2000-ഓളം കിറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്തിയതാണ് ഈ പ്രവർത്തകർ. അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, നിയമ നടപടി സ്വീകരിക്കണം, അല്ലാത്ത പക്ഷം പുറത്തു പോകില്ല എന്ന നിലപാടുമായി തമ്പടിച്ചിരിക്കുന്നു. ഏതായാലും സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു അയവുമില്ല. മാധു, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ സംഘർഷാവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 3 മുന്നണികളുടെയും പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നത് പ്രധാനമാണ്.